കൃത്രിമ ബുദ്ധി അഥവാ കൃത്രിമം ചെയ്യാനുള്ള ബുദ്ധി. അമിതാധികാരവുമായി വരുന്നു AI ഭാവി. എപ്സ്റ്റീൻ കടന്നൽക്കൂട് ഇളകി തുടങ്ങി. മീഡിയ സ്കാനിലേക്ക് സ്വാഗതം. കൃത്രിമ ബുദ്ധി അഥവാ കൃത്രിമം ചെയ്യാനുള്ള ബുദ്ധി. പുറമോടിയിൽ വലിയ ശ്രദ്ധ, പക്ഷെ അതിനനുസരിച്ച് അകക്കാമ്പ് നഷ്ടപ്പെടുക. നരേന്ദ്രമോദിക്ക് കീഴിൽ ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്ന ദുരവസ്ഥയാണിത്. അതിൻ്റെ ലക്ഷണമൊത്ത രൂപകമായി വാർത്തയിലെത്തി നിർമ്മിത ബുദ്ധി ഉച്ചകോടിയിലെ ഒരു വലിയ അമളി. AI ഇമ്പാക്ട് സമ്മിറ്റ് എന്ന് പേരിട്ട 4 ദിവസത്തെ ഉച്ചകോടി ചെറിയ സംഭവമല്ല. 4ാമത്തെ ഇത്തരം ആഗോള സംഗമം. വികസ്വര രാജ്യത്ത് ആദ്യമായി നടക്കുന്നത്. 45ലേറെ രാജ്യങ്ങളിൽ നിന്നായി 20 രാഷ്ട്രതലവന്മാരടക്കം പ്രമുഖർ വരുന്നു. വൻകിട ടെക് കമ്പനി മേധാവികൾ, 700ലേറെ പാനൽ ചർച്ചകൾ. AI എക്സ്പോ എന്ന പ്രദർശനത്തിൽ 30ൽ പരം രാജ്യങ്ങളിൽ നിന്ന് 400ഓളം സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നു. എക്സ്പോ ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി മോദി. 4ാം നാൾ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തതും അദ്ദേഹം തന്നെ. Just a 1 minute. Just 1 minute. We gotta go. ലോക ടെക്നോളജിയുടെ തലസ്ഥാനമായി ഡൽഹി സ്ഥാനമേറ്റപ്പോൾ തുടക്കത്തിലേ തുടങ്ങി കല്ലുകടി. കുപ്രസിദ്ധമായ എപ്സ്റ്റീൻ ഫയൽസിൽ പേരുള്ള മൈക്രോസോഫ്റ്റ് മേധാവി ബിൽ ഗേറ്റ്സിനെയാണ് മുഖ്യ പ്രഭാഷകനായി കണ്ടിരുന്നത്. സംഘാടകരുടെ ഭാഗ്യത്തിന് അദ്ദേഹം ഏതായാലും പരിപാടിയിൽ നിന്ന് ഒഴിഞ്ഞു. എപ്സ്റ്റീൻ കളങ്കമുള്ള ഗേറ്റ്സിനെ പങ്കെടുപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പിന്മാറ്റം ഗുണകരമായെന്ന് പറയാം. പക്ഷെ സംഘാടനത്തിൽ വലിയ വീഴ്ചകളുണ്ടായി. തിക്കും തിരക്കും കഠിനം. അതിനനുസരിച്ച് ഗതാഗതമോ മറ്റ് സൗകര്യങ്ങളോ ഇല്ല. വിദേശ മാധ്യമങ്ങൾക്ക് അതായി പ്രധാന വാർത്ത. മണിക്കൂറുകളോളം ക്യൂ, ഭക്ഷണവും വെള്ളവും കിട്ടാതെ വലഞ്ഞ് പ്രതിനിധികൾ. ഇവിടെയും നമ്മുടെ VVIP ഭ്രമം എല്ലാവർക്കും പ്രയാസമുണ്ടാക്കി. മോദിയുടെ സന്ദർശനത്തിന് എല്ലാവരെയും ഒഴിപ്പിച്ചു. ഗതാഗതം നിർത്തി. 6 മണിക്കൂർ നേരം സ്റ്റാളുകളിൽ പലതും ശൂന്യം. തങ്ങളുടെ സാധനങ്ങൾ സ്റ്റാളിലിട്ട് വിട്ടുപോയവർ മടങ്ങി വന്നപ്പോൾ കണ്ടതോ പല AI ഉപകരണങ്ങളും മോഷണം പോയി. മോദിയുടെ റീൽ ചിത്രീകരണം അങ്ങനെയും വാർത്ത സൃഷ്ടിച്ചു. ഉച്ചകോടി വേളയിൽ ട്രാഫിക് സ്തംഭനം പതിവായി. അതും ആഗോള വാർത്ത. തുടക്കം തന്നെ അലങ്കോലമെന്ന് ബ്ലൂംബെർഗ് റിപ്പോർട്ട്. അപ്പോൾ ദൂരദർശനിൽ വരുന്നു ഇന്ത്യൻ ടെക്നോളജി മികവിനെപ്പറ്റി വലിയ ആവേശകരമായ വാർത്ത. വാർത്തയുടെ കേന്ദ്ര ബിന്ദുവായി സ്വകാര്യ സ്വദേശി യൂണിവേഴ്സിറ്റിയായ ഗൽഗോട്ടിയാസ്. അവരുണ്ടാക്കിയ AI റോബോട്ടിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ. യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ നേഹയാണ് യന്ത്രനായയുടെ കഴിവുകളെപ്പറ്റി വാചാലയാകുന്നത്. नमस्कार, ये ओरायन जो है बिल्कुल हटके है. ओरायन इज द न्यू आर्टिफिशियल इंटेलिजेंस फेस. इट इज अ रोबो डॉग और जैसा कि आप देख सकते हैं ये बहुत सारे शेप्स और साइजेस में अपने आप को तब्दील कर सकता है और इसके अंदर जो बैटरीज हैं वो 8 घंटे तक ऑपरेशनल होती है. छोटे मोटे टास्क करता है, ये सर्विलेंस करता है, मॉनिटरिंग करता है, अनएक्सेसिबल जगहों पर जाकर के उनकी पिक्चर्स कैप्चर कर सकता है और हमारी पूरी कैंपस में ये घूमता रहता है. बच्चों को बहुत एंटरटेन करता है. പ്രദർശനത്തിന് ഗൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റിയുടെയും AI നിർമ്മിതികൾ ഉണ്ടായിരുന്നു. കൂട്ടത്തിലൊരു യന്ത്രനായയും. യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ നേഹ സിംഗ് ഈ ഒറയൻ യന്ത്രനായയെപ്പറ്റി റിപ്പോർട്ടറോട് ഊറ്റത്തോടെ പറയുന്നുണ്ട്.
ഈ യൂണിവേഴ്സിറ്റിയിലെ സെൻറ്റർ ഓഫ് എക്സലൻസ് ആണ് അതിനെ വികസിപ്പിച്ചത് എന്ന്. Hey, how are you? I am good and welcome to the pavilion. Okay, Neha, I wanted to ask you, we see all this new technology happening here. We see this. This is Orion. You need to meet Orion, and this has been developed by the Center of Excellence at the Galgotias University. I would also like to take a moment to brief you about Galgotias University. We are the first private university investing more than 350 crore rupees. ഈ റോബോട്ടിനെ കാട്ടി IT മന്ത്രി അശ്വിനി വൈഷ്ണവ് സമൂഹ മാധ്യമങ്ങളിൽ റീലിട്ടു. हमारे जो सॉवरेन मॉडल्स बने उन मॉडल्स को ग्लोबल पैरामीटर्स पे टेस्ट किया गया है और जितने भी बड़े फ्रंटियर मॉडल्स हैं उनके साथ कंपैरिजन किया गया है. उस सब कंपैरिजन में भारत के सॉवरेन स्टैक के मॉडल्स खरे उतरे हैं और ये बहुत बड़ी उपलब्धि है हमारे इंजीनियर्स की, हमारे इनोवेटर्स की, कि बहुत कम रिसोर्सेज में इस तरह का मॉडल बनाना जो कि ग्लोबल बेंचमार्क पे खरा उतर सके. हमारे जो सॉवरेन मॉडल्स बने അദ്ദേഹത്തിൻ്റെ മന്ത്രാലയവും അത് പോസ്റ്റ് ചെയ്തു, മറ്റു പലരും. പക്ഷേ അതവർക്ക് വൈകാതെ പിൻവലിക്കേണ്ടി വന്നു. കാരണം ആ റോബോട്ടിനെ നിർമ്മിച്ചത് ഗൽഗോട്ടിയസ് യൂണിവേഴ്സിറ്റി അല്ല, ഒരു ചൈനീസ് കമ്പനിയാണ്. അവരുണ്ടാക്കിയത് യൂണിവേഴ്സിറ്റി വാങ്ങി, എന്നിട്ട് പ്രദർശനത്തിൽ സ്വന്തം എന്ന മട്ടിൽ അവതരിപ്പിച്ചു. ചൈനീസ് റോബോട്ടിക് സ്ഥാപനമായ യൂണിട്രീയുടെ യന്ത്രനായയെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് സർക്കാർ തന്ന 350 കോടി രൂപയുടെ പദ്ധതിയിൽ തങ്ങളുണ്ടാക്കിയതാണിത് എന്ന ഈ അവകാശവാദം പൊളിച്ചത് ചൈനീസ് പൾസ് എന്ന സമൂഹ മാധ്യമ അക്കൗണ്ടാണ്. ഉച്ചകോടിയെ ഗൽഗോട്ടിയാസ് ഒരു പ്രഹസനമാക്കി എന്ന്. വൈകിയില്ല, ലോകമാധ്യമങ്ങളിൽ ഇന്ത്യയിലെ AI ഉച്ചകോടി ഒരു വലിയ വാർത്തയായി. അന്താരാഷ്ട്ര ഉച്ചകോടിയിലാണ് നമ്മുടെ പൊങ്ങച്ചവും തള്ളലും പൊളിഞ്ഞത്. അൽ ജസീറയിലും BBC-യിലും മറ്റും അതാണ് വാർത്ത. വ്യാജ അവകാശവാദത്തിൻ്റെ പേരിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിക്ക് വിമർശനം. റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട്, യൂണിവേഴ്സിറ്റിയോട് സ്ഥലം വിടാൻ അധികൃതർ ആവശ്യപ്പെട്ടെന്ന് AP-യുടെ റിപ്പോർട്ട്. ഉച്ചകോടിയിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലെ പുറത്താക്കേണ്ടി വന്നത് നാണക്കേട് അത്ര കടുത്തതായതുകൊണ്ട് തന്നെ. യൂണിവേഴ്സിറ്റിയുടെ യന്ത്രനായയാണ് വാർത്ത സൃഷ്ടിച്ചതെങ്കിലും അവരുടെ തന്നെ മറ്റൊരു പ്രദർശന വസ്തു റിപ്പോർട്ടുകളിൽ പെടാതെ പോയി. ഒരു ഫുട്ബോൾ ഡ്രോൺ ആണ് അത്. അതിനെപ്പറ്റി യൂണിവേഴ്സിറ്റിയുടെ അവകാശവാദം ഇങ്ങനെ. ये एक सॉकर बॉल के अंदर एक ड्रोन सिस्टम चला है, ये थोड़ा बताएं. ये बहुत इंटरेस्टिंग सी चीज है. इसकी एंड टू एंड इंजीनियरिंग से लेकर के इसका एप्लीकेशन सब कुछ यूनिवर्सिटी पे हुआ है और ये इंडिया का पहला ड्रोन सॉकर एरिना है जो गलगोटियास पे ऑन कैंपस आपको देखने को मिलेगा. और यहाँ पर बच्चे इस एरिना के अंदर गेम्स खेलते हैं, इसको फ्लाई करते हैं, अपनी फ्लाइंग स्किल्स को एनहांस करते हैं और नए तरीके से और इसको और ज्यादा मजबूती से और एनहांस फीचर्स के साथ डेवलप कर रहे हैं. ഇതുണ്ടാക്കിയത് ഞങ്ങൾ തന്നെ എന്ന് ധ്വനി. വാസ്തവത്തിൽ ഈ ഡ്രോൺ ദക്ഷിണ കൊറിയയിൽ ഉണ്ടാക്കിയതാണ്. ഉച്ചകോടിയെപ്പറ്റി വിദേശ മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട്. വ്യക്തിപൂജയുടെ സംസ്കാരമുണ്ടാക്കിയ പ്രശ്നം. VVIPകൾക്ക് വേണ്ടി റോഡ് തടയുമ്പോൾ കിലോമീറ്റർ കണക്കിന് നടന്നു വേണം ജനങ്ങൾക്ക് വരാനും പോകാനും. All right, what's happening? So I think this is, Prime Minister Modi is just leaving from his dinner. So I think they have closed off the roads, and we are just walking to the ring roads, few kilometers. And this is I would say this is a great moment to network. This is a additional moment provided by the India IIS Summit, so we can network even more. And that's the best part. I'm getting there. We all have to walk, Why are we walking here? Because the entire road is closed. We can't get an Uber, Ola, Rapido, anything. And then people ask question, why is talent leaving India? These are all white collar people paying 30% tax, walking 1 kilometer so that they can go to an active route to get a vehicle. വ്യക്തിപൂജാ സംസ്കാരം യൂണിവേഴ്സിറ്റികളെപ്പോലും ബാധിച്ചതിൻ്റെ ഉദാഹരണങ്ങൾ മാധ്യമങ്ങൾ ഓർത്തെടുത്തു. ഗൽഗോട്ടിയസ് യൂണിവേഴ്സിറ്റി ഒരിക്കൽ ഒരു മോദി പ്രദർശനം തന്നെ സംഘടിപ്പിച്ചിരുന്നത്രേ. ഒരു സർവകലാശാല ഭരണകർത്താവിൻ്റെ വ്യക്തിഗുണങ്ങൾ പൊലിപ്പിക്കുന്ന വിപുലമായ പ്രദർശനം സംഘടിപ്പിക്കുന്നു. ബാലനരേന്ദ്രൻ, ഗുജറാത്ത് മുഖ്യൻ തുടങ്ങി വിവിധ വിഭാഗങ്ങൾ. മോദിയുടെ ബിരുദത്തെപ്പറ്റി വിവരാവകാശ നിയമപ്രകാരം പോലും ആരും അറിയരുതെന്ന അവസ്ഥ ഉള്ളപ്പോൾ തന്നെയാണ് ഇത്.
ഗൽക്കോട്ട്യാസിലെ വിദ്യാർത്ഥികൾ 2024 സൃഷ്ടിച്ച വാർത്ത യൂണിവേഴ്സിറ്റിയുടെ അക്കാദമിക നിലവാരം തുറന്നു കാട്ടുന്നതായി. അന്ന് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇറക്കിയ പ്രകടന പത്രികയ്ക്കെതിരെ വിദ്യാർത്ഥികൾ ഒരു പ്രകടനം നടത്തി. എന്താണ് പത്രികയിൽ കുഴപ്പം, എന്താണ് പ്രതിഷേധം നടത്തുന്നത് എന്നൊക്കെ ആജ് തക് ചാനലിലെ റിപ്പോർട്ടർ ഓരോരുത്തരോടും ചെന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് കള്ളി പൊളിഞ്ഞത്. BJPയെ പിന്താങ്ങണം എന്നല്ലാതെ മറ്റൊന്നും ആർക്കും അറിയില്ല. वो ऐसा है कि जैसे वेल्थ डिस्ट्रीब्यूशन सर आगे बात करें. मैनिफेस्टो में अभी प्रॉपर तो हमें जानकारी नहीं है, अभी नहीं पता है, बिल्कुल पता है, बट एग्जैक्ट मोटो ऐसे तो बहुत सारे मोटो है, बट कांग्रेस के उस पे ही है. Say no to pure freedom. इसका मतलब क्या है? सब BJP को स्वागत से हो. ठीक है, नो प्लेस फॉर अर्बन. पूरा पढ़ के बताइए क्या लिखा है. नो प्लेस फॉर अर्बन मैक्सेल इन विकसित भारत. क्या मतलब? രാഷ്ട്രീയക്കാർ വിദ്യാഭ്യാസത്തെ സ്വാർത്ഥത്തിനായി ഉപയോഗിക്കുകയാണ്. വിവാദമായപ്പോൾ ഉച്ചകോടിയിൽ നിന്ന് പുറത്താക്കിയത് അത് രാജ്യാന്തര തലത്തിൽ നാണക്കേടുണ്ടാക്കിയത് കൊണ്ടാണ്. അപ്പോഴും AI ഉച്ചകോടിയെപ്പോലും രാഷ്ട്രീയ വേദിയാക്കുന്നു പ്രധാനമന്ത്രി. റോഡരികിലും വേദിക്ക് പിറകിലുമെല്ലാമുണ്ട് മോദി പടങ്ങൾ. വേദിയിൽ കമ്പനി മുതലാളിമാരെ ഫോട്ടോ ഓപ്പിന് ഉപയോഗിച്ചു. റോയിറ്റേഴ്സിൻ്റെ ഈ റിപ്പോർട്ട് പറയുന്നു, കമ്പനി CEOമാർക്ക് മോദിയുടെ ഈ രീതി ഇഷ്ടമായില്ല എന്ന്. വിദ്യാഭ്യാസം വ്യക്തിപൂജയ്ക്ക് വഴിമാറിക്കൊടുക്കുന്നു. ഇന്ത്യയിൽ അനേകം സ്കൂളുകൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ വൻ ചെലവിൽ പ്രതിമകൾ നിർമ്മിക്കപ്പെടുന്നത്. ഒരു സർവകലാശാല നടത്തിയ മോഷണം രാജ്യത്തിൻ്റെ അവസ്ഥയുടെ രൂപകമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സത്യത്തിൽ നാടിൻ്റെ ഭാവിയാണ് മോഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.